ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരണീയരായ ഹാഫിലിങ്ങളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കലിമ തഹ്ഫീദുൽ ഖുർആനിൻ്റെ 7ാം വാർഷിക സമ്മേളനത്തിലും സനദ് ദാന സമ്മേളനത്തിലുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മജ്ലിസ് അവൻ്റെ പരലോകത്ത് ആഖിറത്തിൽ സ്വീകരിക്കുന്ന അമലാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്കും ഉമറാക്കൾക്കും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 23 കൊല്ലം കൊണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളരെ വ്യവസ്ഥാപിതമായി അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റടിക്ക് ഖുർആൻ അവതരിപ്പിച്ചതല്ല, മറിച്ച് 23 വർഷത്തെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ഫത്വ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഫത്വ കൊടുക്കുന്നതിന് പകരം മക്കയിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച നടത്തിയ പ്രവാചകൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പരിഗണിക്കാതിരുന്നപ്പോൾ അല്ലാഹു ആയത്തിറക്കി, അബസ വതവല്ലാ അൻ ജാഅഹുൽ അമാ. പ്രവാചകരെ, ഒരു അന്ധനായ മനുഷ്യൻ വന്ന സമയത്ത് നിങ്ങൾ മുഖം തിരിഞ്ഞു കളഞ്ഞല്ലോ. ആ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. ഖൗല റളിയല്ലാഹു അൻഹ പരാതിയുമായി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരുന്നു. പ്രവാചകൻ സമീപത്തുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പരാതി കേൾക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പരാതി പറയുന്നത്. എന്താണ് പരാതി? ഭർത്താവ് ലിഹാർ ചെയ്തു. ലിഹാർ എന്ന് പറഞ്ഞാൽ ത്വലാഖിന്റെ വേറൊരു രൂപമാണ്. ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുക, അന്തി കലഹുരി ഉമ്മി, നീ എൻ്റെ മാതാവിൻ്റെ മുതുകു പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മാതാവിൻ്റെ സ്ഥാനത്താണ്. മാതാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ലാത്തതുപോലെ ഇന്നലെ വരെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം വരെ തൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയുമായി പിന്നെ ബന്ധപ്പെടാൻ പാടില്ല. ഈ പരാതി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദലയിലെ 1-ാമത്തെ ആയത്ത് ആ സമയത്ത് ഇറക്കുകയാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ. തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ പ്രവാചകനുമായി തർക്കിക്കുന്ന ആ മുജാദല നടത്തുന്ന അവരുടെ സംസാരം അല്ലാഹു കേട്ടു. അല്ലാഹു വിധി പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സാഹചര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു വചനമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മദ്യപാനം നിരോധിച്ച 3 ഘട്ടങ്ങളിലെ വചനങ്ങൾ ഓതി കൊടുക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് തൃപ്തിയായില്ല. അവസാനം ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായില്ല എന്ന വചനം ഓതുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതഹൈനാ മതി റസൂലേ, ഞങ്ങൾക്കിത് മതി. ഇങ്ങനെ മാറ്റമുണ്ടാക്കിയ 23 വർഷത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഖുർആൻ ആ സമൂഹത്തെ അത്ഭുതങ്ങളിലേക്ക് നയിച്ചു. നമുക്കറിയാം ഇന്നത്തെ വർത്തമാനങ്ങൾ എന്താണ്. സ്വന്തം മാതാവിനെ പോലും ദുരുപയോഗം ചെയ്യുന്ന, സ്വന്തം പെൺമക്കളെ പോലും ദുരുപയോഗം ചെയ്യുന്ന വളരെ വൃത്തിഹീനമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യപാനം വളരെയധികം വ്യാപിച്ചു എന്ന് മാത്രമല്ല, മദ്യം വളരെ നിസ്സാരവൽക്കരിക്കപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ മുസ്ലിം യുവാക്കൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്തെന്നാൽ, പ്രിയപ്പെട്ടവരെ, മദ്യം ഹറാമാണ്, ബിയർ ഹറാമാണ്, ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട മദ്യം ഹറാമാണ്, മദ്യത്തിന്റെ പാനീയങ്ങൾ ഹറാമാണ്. എന്നാൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ് പോലെ, ബീഡി പോലെ, മറ്റു മയക്കുമരുന്നുകൾ പോലെയുള്ളതൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന യുവാക്കൾ താമസിക്കുന്ന ക്യാമ്പസുകളിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ അവരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മദ്യം എന്നത്, റസൂല് പറഞ്ഞു, മദ്യം എന്നത് കേവലം പാനീയം മാത്രമല്ല, കുല്ലു മുസ്കിരിൻ വ മുഖദ്ദറാത്തിൻ കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഖംറാണ്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഖംറാണ്. ഇവിടെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ എന്ത് നന്മയാണെന്ന് പറഞ്ഞോ അതിന്നും നന്മയാണ്, എന്ത് തിന്മയാണെന്ന് പറഞ്ഞോ അതിന്നും തിന്മയാണ്. ഖുർആൻ നന്മയായി കാണിച്ച ഒന്നിനെ തിന്മയാക്കാൻ ആർക്കും സാധ്യമല്ല.
ഖുർആൻ തിന്മയായി പഠിപ്പിച്ച ഒന്നിനെ നന്മയായി ചിത്രീകരിക്കാൻ ആർക്കും സാധ്യമല്ല. ഖുർആൻ ക്ഷണിച്ചത് ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല ചര്യയിലേക്കാണ് ഖുർആൻ ക്ഷണിച്ചത്, ഏറ്റവും നല്ല സമൂഹത്തിലേക്കാണ് ഖുർആൻ ക്ഷണിച്ചത്. വയുബശ്ശിറുൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. അല്ലാഹു തആല പറയുന്നു വയുബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുണ്ട്, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് മാത്രമല്ല അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തുകളിൽ 30 ജുസുകളിൽ 114 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബാത്തില് കണ്ടുപിടിക്കാൻ, നിരർത്ഥകത കണ്ടുപിടിക്കാൻ ലോകത്താർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങളിൽ ഏതെങ്കിലും ഒരു പദപ്രയോഗം തെറ്റെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നോക്കൂ, ഖുർആനിന്റെ കാവ്യാത്മകമായ, ഖുർആന്റെ പ്രത്യേകത ഗദ്യപദ്യ സമ്മിശ്രമാണ്. ഖുർആൻ ഗദ്യമാണ്, പദ്യമാണ്, ഗദ്യപദ്യ സമ്മിശ്രമാണ്. വതീനി വസ്സൈതൂൻ, ആ ശൈലി നിങ്ങൾ നോക്കൂ. വതീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. നൂനിൽ അവസാനിക്കുന്ന ആയത്തുകൾ, നൂനിൽ അവസാനിക്കുന്ന ആയത്തുകൾ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഐനിൽ അവസാനിക്കുന്ന ആയത്തുകൾ, ഒരു ആയത്തിന്റെ അവസാന ഭാഗം നോക്കുമ്പോൾ നൂനിലും ഐനിലും ഒക്കെ അവസാനിക്കുന്ന, അന്ന് അറബി കവിതകളിൽ മുഅല്ലഖകളിൽ ദാലിയാത്തും നൂനിയാത്തും മീമിയാത്തും ഉണ്ട്. അഥവാ മീമിന് അവസാനിക്കുന്ന, ദാലിൽ അവസാനിക്കുന്ന, നൂനിൽ അവസാനിക്കുന്ന മുഅല്ലഖകളെ വെല്ലുമാറ് വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ, ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ, ആ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു ചോദിക്കുന്ന ആ പരാമർശം എത്ര തവണയാണ്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എത്ര തവണയാണ് ആവർത്തിച്ച് ഖുർആൻ സംസാരിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? വീടിന്റെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന, മൊബൈൽ ആപ്ലിക്കേഷനുകളായി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊത്തുപണിയിലൂടെ നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയായ മുഹമ്മദ് നബിക്ക് അവതീർണമായ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ ഫഅതൂ ബിസൂറത്തിൻ മിസ്ലിഹി, ഇതുപോലെ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാം, ഇതുപോലൊരു ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാം, സൂറത്ത് കൊണ്ടുവരാം. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ സാക്ഷികളായി ആരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ വിളിച്ചോളൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളി നടത്തിയത് 7-ാം നൂറ്റാണ്ടിലാണ്. ഈ സമകാലികരായ ചില യുക്തിവാദികളും ഇസ്ലാം വിരോധികളും പല ആയത്തും കൊണ്ടുവന്നു. എന്താ ആയത്ത്? അൽ ഖുറോണ മൽ ഖുറോണ വമാ അദ്റാക മൽ ഖുറോണ. ഇത് ഖുർആനിന്റെ കോപ്പിയാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അന്ന് ജാഹിലിയത്തിൽ ഖുർആനിന്റെ കോപ്പിയുമായി വന്നു എന്ത്? അൽ ഫീലു മൽ ഫീലു വമാ അദ്റാക മൽ ഫീലു. വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായി ഫീൽ എന്ന ആനയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹു ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീല തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജിൽ. കഅബാലയത്തെ തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ, അബ്രഹത്തിന്റെ ആനപ്പടയെ അബാബീൽ പക്ഷികളെ വിട്ട് തകർത്ത് തരിപ്പണമാക്കിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഫീൽ എന്ന പദം ഉപയോഗിച്ച് അൽ ഫീലു മൽ ഫീലു വമാ അദ്റാക മൽ ഫീലു എന്ന് കവിത പാടിയ ഖുർആനിന് പാരടി ഉണ്ടാക്കിയവർ സമൂഹത്തിൽ അന്നേ പരാജയപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 42-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ലാ യഅതീഹിൽ ബാത്തിൽ, ഇതിൽ ബാത്തിലില്ല. മിൻ ബൈന യദൈഹി വലാ മിൻ ഖൽഫിഹി, ഖുർആനിന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും നിങ്ങൾക്ക് പരിശോധിക്കാം. ലാ യഅതീഹിൽ ബാത്തിൽ, ഇതിൽ ബാത്തിലില്ല. കാരണം എന്തേ? തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യാർഹനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയതാണ് ഈ ഖുർആനിനെ. ഇനി സഹോദരങ്ങളെ, ഖുർആനിന്റെ കോപ്പി കരിച്ചു കളയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ വലതുപക്ഷ തീവ്രവാദികൾ ഖുർആൻ എടുത്ത് കത്തിച്ചു കളയുമ്പോൾ അവരുടെ വിചാരം ഖുർആൻ നശിച്ചു പോകുമെന്നാണോ? ഖുർആൻ നശിച്ചു പോകണമെങ്കിൽ ബിഅർ മഊനയിൽ കൊല്ലപ്പെട്ട സ്വഹാബിമാരിലൂടെ ഖുർആൻ നശിച്ചു പോകണമായിരുന്നു. ഖുർആൻ പഠിച്ച ഹാഫിലീങ്ങളെ, ഈ സദസ്സ് ഹാഫിലീങ്ങളുള്ള സദസ്സാണ്,
ഹാഫിലീങ്ങളെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. പ്രവാചകനും ഹാഫിലീങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ പഠിച്ച ഹാഫിലീങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോയി അറുങ്കൊല ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഖുനൂത്തിന്റെ ഹുക്ം നോക്കിയാൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിലും അസ്റിലും മഗ്രിബിനും ഇശാഇനും സുബൈക്കും 5 തവണ ഖുനൂത്ത് ഓതിയത് ഈ പാവപ്പെട്ട ഹാഫിലീങ്ങളെ അറുങ്കൊല ചെയ്ത റിഅൽ ഗോത്രത്തിനെതിരെ, ദിക്വാൻ ഗോത്രത്തിനെതിരെ പ്രവാചകൻ ഖുനൂത്ത് ഓതി. ആ ഖുനൂത്തിൽ ആ ഗോത്രത്തിനെതിരെ, ആ ആളുകൾക്കെതിരെ എടുത്തെടുത്തു പ്രാർത്ഥിച്ചു. അതാണ് ഹാഫിലീങ്ങളെ കൊന്ന ആളുകൾക്കെതിരെ പ്രവാചകൻ നടത്തിയത്. അതോടുകൂടി ഖുർആൻ അവസാനിക്കണമായിരുന്നു. അവസാനിച്ചില്ലെന്ന് മാത്രമല്ല, കല്ലുകളിൽ ഖുർആൻ അവർ കൊത്തിവെച്ചു. അതേപോലെ ഇലകളിൽ ഖുർആൻ അവർ കൊത്തിവെച്ചു. കിട്ടാവുന്ന മാർഗങ്ങളിലൊക്കെ അവർ കൊത്തിവെച്ചു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ ഇതിങ്ങനെ ഓരോ ആയത്തെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരായത്തിന് സംശയമുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ഒഴിവാക്കും. ഒരായത്തിന് സംശയമുണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കും. എന്താ? ഹാഫിലീങ്ങളെ മുൻനിർത്തിയാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. കേവലം ഏടുകൾ മാത്രം എടുത്തിട്ടല്ല, ഹാഫിലീങ്ങളെ മുൻനിർത്തി, ആ മനപ്പാടമുള്ള ഹാഫിലീങ്ങളെ മുൻനിർത്തി ക്രോഡീകരിച്ച ഖുർആൻ ലക്ഷങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോ ഏതെങ്കിലും ഒരു യൂറോപ്യൻ സായിപ്പ് കയ്യിൽ ഖുർആൻ എടുത്ത് കത്തിച്ചാൽ അങ്ങനെ കത്തിപ്പോകുന്നതല്ല. മറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നാമാണ് ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഹാഫിലീങ്ങൾ, മാതാപിതാക്കൾ, ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീൻ. അല്ലാഹുവിന് ഇഷ്ടക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്. അവരാരാണ്? അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ടവരാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ പ്രവാചകരെ? ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുല്ലാഹി വ ഖാസത്തുഹു, അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരാണ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ്, അല്ലാഹുവിന്റെ ബന്ധുക്കളാണ്. വ ഖാസത്തുഹു, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരാളെയും പ്രിയപ്പെട്ടവരെ പടച്ചവന് കൈയൊഴിയുകയില്ല. പരലോകത്തെ ഒരവസ്ഥ വിശദീകരിക്കുന്ന സൂറത്തു മആരിജിലോ സൂറത്തു നൂനിലോ ശ്രദ്ധേയമായൊരു വചനമുണ്ട്. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസിലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅ ثم ينجي കല്ലാ ഇന്നഹാ ലലാ നസാഅതൻ ലിശ്ശവാ യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. നരകത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് നരകത്തിന്റെ വക്കിൽ നിന്ന് മനുഷ്യൻ പറയുമത്രേ, പടച്ചവനെ, എൻ്റെ മക്കളെ, വസ്വാഹിബതിഹി വഅഖി, എൻ്റെ സഹോദരനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, അല്ല വമൻ ഫിൽ അർളി ജമീഅ, ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും ഈ നരകത്തിലേക്ക് ഇട്ടിട്ട് സുമ്മയുഞ്ചി, എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ പടച്ചവൻ ഇവിടെ വെച്ച് തന്നെ മറുപടി പറയുന്നുണ്ട്, കല്ലാ ഇന്നഹാ ലലാ, അങ്ങനെയല്ല, ഇത് ലളയാണ്, ഇത് കത്തിയാളുന്ന നരകമാണ്. നസാഅതൻ ലിശ്ശവാ, തലച്ചോറ് ഉരിച്ചു കളയുന്ന തീയുള്ള നരകമാണ്. ഇവിടെ ആർക്കും ആരെയും പകരം നൽകി രക്ഷപ്പെടാനാവില്ല. വമൻഫിലർലി ജമീഅ, ഈ ലോകത്തുള്ള മനുഷ്യനെ മുഴുവനും നരകത്തിലിട്ടിട്ട് സുമ്മയുഞ്ചി, എന്നെ രക്ഷപ്പെടുത്തു റബ്ബേ. ആ ലോകത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം കിട്ടാൻ അങ്ങ് പടച്ചവനോടൊന്ന് പറയണം. ആരാണ് ഫാത്തിമ? റസൂലിന്റെ നടത്തം എങ്ങനെയോ അതേപോലെ നടന്ന ഫാത്തിമ ബീബി. പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമയുടെ ചെവിയിൽ പ്രവാചകൻ വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും രഹസ്യം മന്ത്രിച്ചത് കണ്ട് ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 6 മാസമാണ് ഫാത്തിമ ബീബി ജീവിച്ചത്. പ്രവാചകന്റെ വീടിന്റെ വാതിലിന്റെ ഒരു ഭാഗം തുറന്നിടുമായിരുന്നു അയൽവക്കത്തുള്ള ഫാത്തിമയെ കാണാൻ. കിതാത്തു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബാലയത്തിൽ സുജൂദിൽ വീണ പ്രവാചകന്റെ ശരീരത്തിൽ ഇതാ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ ഈച്ച പറക്കുന്ന ദുർഗന്ധമുള്ള കുടൽമാല കൊണ്ടുപോയി ശിരസിലിടുമ്പോഴും ആ കുടൽമാല കുഞ്ഞിളം കൈകൊണ്ട് എടുത്തു മാറ്റിയ ഫാത്തിമ ബീബിയാണ് പ്രവാചകനോട് ചോദിച്ചത്, യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, അൻഗിദി നഫ്സികി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് കാക്കാൻ അള്ളാഹിനോടൊന്ന് പറയണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ അൻകിദി നഫ്സികി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തോ ഫാത്തിമ എന്ന് പറഞ്ഞ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ മറന്നു പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വന്തം മകളോട് പറയുന്നു, ഫാത്തിമ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ സംരക്ഷിച്ചു കൊള്ളണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിന്റെ ഹദീസാണത്. ഇബ്രാഹിം നബി സ്വർഗ്ഗത്തിൽ, ഇസ്മായിൽ നബി സ്വർഗ്ഗത്തിൽ, ഇസ്ഹാഖ് നബി സ്വർഗ്ഗത്തിൽ, ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ ഇസ്ഹാഖ് നബിയുടെ മകനായി വന്ന യാക്കൂബ് നബി സ്വർഗ്ഗത്തിൽ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി സ്വർഗ്ഗത്തിൽ, ഹാജറ ബീവിയും സാറയും ഒക്കെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നതമായ സ്ഥാനീയരാകുമ്പോ ആ തറവാട്ടിലെ ഇസ്രായേൽ കുടുംബത്തിന്റെ അനന്തരാവകാശത്തിന്റെ പിന്തലമുറക്കാരുടെ ചരിത്രം പറയുമ്പോ ആസർ എന്ന പിതാവിനെ മറന്നു പോകാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നുണ്ട്, പടച്ചവനെ ഈ ജനതയുടെ മുമ്പിൽ എന്നെ അപമാനിക്കില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പയെ, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഉപകാരവും ചെയ്യാനാവാത്ത ഈ വിഗ്രഹങ്ങളെ, പ്രതിമകളെ എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച് വാപ്പയെ ശകാരിച്ചപ്പോ എന്റെ ദൈവങ്ങളെ പരിഹസിക്കുകയാണോ ഇബ്രാഹിം? ലഇല്ലം തന്തഹി ലഅർജുമന്നക, നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ആട്ടിയോടിക്കുമെന്ന് പറഞ്ഞ വാപ്പയുടെ മുഖത്ത് നോക്കി സലാം പറഞ്ഞ് പ്രാചീന ഇറാഖിന്റെ ഊർ നഗരത്തിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആസർ എന്ന പിതാവിനെ പരലോകത്ത് വെച്ച് കാണുമ്പോ അള്ളാഹിനോട് പറയും, പടച്ചവനെ എന്നെ അപമാനിക്കരുത്, എന്റെ വാപ്പക്ക് സ്വർഗം കൊടുക്കണം. ഇസ്മായിൽ നബിയുടെ ഉപ്പുപ്പക്ക് സ്വർഗം കൊടുക്കാൻ, ഇസ്ഹാഖ് നബിയുടെ ഉപ്പുപ്പക്ക് സ്വർഗം കൊടുക്കാൻ ഇബ്രാഹിം നബി പറയുമ്പോ പടച്ചവൻ പറയും, ഇബ്രാഹിം നിന്റെ കാലിന്റെ ഭാഗത്തേക്ക് നീ ഒന്ന് നോക്കണം. ഇബ്രാഹിം നിന്റെ കാലിന്റെ ഭാഗത്ത് എന്താണ്? റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു കഴുതപ്പുലിയുടെ രൂപത്തിൽ വികൃതമാക്കപ്പെട്ട തന്റെ പിതാവ് വിളിച്ചു പറയുന്നുണ്ട്, ഇബ്രാഹിമേ ഞാൻ നിന്നെ ഇനി അനുസരണക്കേട് കാണിക്കില്ല ഇബ്രാഹിമേ. പക്ഷേ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ചാണ് ഇബ്രാഹിം നബിയുടെ വാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ലോകത്ത് അല്ലാഹു തആല പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓദിക്കോ, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ ഓതുന്നവർക്ക് അവൻ ശുപാർശയായി നാളെ പരലോകത്ത് കടന്നു വരും. വിശുദ്ധ ഖുർആനിന്റെ പൂന്തോപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇഖ്റഉസ് സഹ്റാവൈനി, രണ്ട് പുഷ്പങ്ങൾ ഖുർആനിലുണ്ട്. രണ്ട് പുഷ്പങ്ങൾ ഖുർആനിലുണ്ട്, സഹ്റാവൈനി. ആ രണ്ട് പൂന്തോപ്പുകൾ എന്തൊക്കെയാണ്? സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ വസൂറത്തുൽ ആൽ ഇംറാൻ. ആൽ ഇംറാനും സൂറത്തുൽ ബഖറയുമാണ് രണ്ട് ജുസുകളിലധികമുള്ള സൂറത്തുൽ ബഖറ. അതേ, അതിനുശേഷം വരുന്ന സൂറത്തുൽ ആൽ ഇംറാൻ. ഈ രണ്ട് സൂറത്തുകളും യഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാനി, മേഘം പോലെ ആ പരലോകത്ത് നമുക്ക് മേഘമായി, തണലായി ഈ സൂറത്തുകൾ കടന്നു വരുമെന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ നിസ്സാരമല്ല. വിശുദ്ധ ഖുർആൻ നിസ്സാരമായി നമ്മൾ കാണരുത്. വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് കൊത്തിവെക്കാനുള്ളതായി, കാറിന്റെ ഒരു ലോക്കറ്റ് പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ആയത്ത് കഷ്ടമാക്കിയതിനെ കാണാനുള്ളതല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ നെഞ്ചിൽ കൊത്തിവെക്കാനുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിനു മുമ്പ് നമ്മൾ തറാവീഹിന് ഇമാമ നിർത്തുമ്പോൾ മധുരമനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ വിളിക്കുക. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ പറയും, അയാളത്ര പോരാ, അയാളത്ര ശരിയല്ല. അടുത്ത ഇമാമിനെ നമ്മൾ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ കൊടുക്കും, ഒരു മടി നമുക്കില്ല. പക്ഷേ ഖുർആൻ സൗന്ദര്യമായി, ആസ്വാദനമായി രണ്ട് കരങ്ങളും നെഞ്ചിന്റെ ഭാഗത്ത്, ഹൃദയഭാഗത്ത് കെട്ടി റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഖുർആൻ മനോഹരമായി കേൾക്കണം. നമ്മുടെ ഹാഫിലീങ്ങളുടെ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. ആ കുഞ്ഞു ചുണ്ടുകൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ രണ്ട് ചെവികളും രണ്ട് കർണങ്ങളും കാതോർത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, റസൂൽ പറഞ്ഞു, എനിക്ക് ശേഷമുണ്ടല്ലോ, ഔ ഫി അഖബി, എനിക്ക് ശേഷമുണ്ടല്ലോ, ഹാദാ ഖൗമൻ യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരു വിഭാഗം ആളുകൾ വരും. ഖുർആനിനെ നിഷേധിക്കുന്നവരല്ല, ഖുർആൻ ഓതുന്ന ഒരു വിഭാഗം വരും. പക്ഷേ ലാ യുജാവിസു ഹനാജിറഹും, ആ ഖുർആൻ ഹനാജിർ വിട്ട് ഉള്ളിലേക്ക് ഇറങ്ങില്ല. ഹനാജിർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തൊണ്ടക്കുഴി വിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാതെ നാവുകൊണ്ട് വളരെ മനോഹരമായി ഖുർആൻ ഓതുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അത്തരക്കാരിൽ നമ്മൾ പെട്ടുപോകരുത്. വിശുദ്ധ ഖുർആൻ നന്നായി ഓതുന്നു, പക്ഷേ ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവരായി നമ്മൾ മാറിയാൽ യംറുകൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് തെറിച്ചു പോകും നമ്മൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത് യംറുഖു സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തിന്റെ ശരീരത്തിൽ തട്ടി അമ്പ് തെറിച്ചു പോകുന്നത് പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറണം. സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുർആൻ ഈ ദുനിയാവിൽ സാമ്പത്തിക മാർഗമായി കാണുന്ന ആളുകളുണ്ട്. ഒരു പ്രഭാഷണത്തിന് എണ്ണി തിട്ടപ്പെടുത്തി വാങ്ങുന്നവർ, ഇത്ര കിട്ടിയാലേ വരുമെന്ന് പറയുന്നവർ, കണക്ക് പറയുന്നവർ. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഇസ്രാഇന്റെ രാത്രിയിൽ ഞാനൊരു കാഴ്ച കണ്ടു. നരകത്തിന്റെ കത്രിക ഉപയോഗിച്ച് നാവ് മുറിച്ചു കളയുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത്. സ്വഹാബത്തിന് ആ മലക്കുകൾ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണവർ? ഇവർ ദുനിയാവിലെ ഖതീബന്മാരാണ്. അവർ ഖുർആൻ ഓതി, അതേപോലെ ഹദീസ് ഓതി വാള് നടത്തിയവരാണ്. പക്ഷേ അവർ സമ്പത്തിന് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ഖുർആനോത്ത്, അവരുടെ പ്രഭാഷണങ്ങൾ. പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ റസൂൽ ഒരു കാര്യം പറഞ്ഞു, ജനങ്ങളോട് അവർ നന്മ ഉപദേശിച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ആ നന്മ മറന്നുപോയി. നരകത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖതീബന്മാരെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച് റസൂൽ വിശദീകരിക്കുന്നുണ്ട്. ഇതാ പണ്ട് കാലത്ത് എണ്ണ ആട്ടാൻ ഒരു ആസുകൽ ഉപയോഗിച്ച് അതിനു ചുറ്റും കാളയെയും പോത്തിനെയും കഴുതയെയും തിരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇന്ന് അതില്ല, ഇന്ന് മിഷ്യൻ വഴിയാണ്. അതേപോലെ കഴുതകൾ ഒരു ആസുകലിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അവരുടെ കുടൽമാലകൾ പുറത്തേക്ക് വരികയാണ്. സങ്കല്പിച്ചു നോക്കൂ, കഴുതകൾ അവർ ഇങ്ങനെ കറങ്ങുന്നു. എവിടെ? ഒരു ആസുകലിന് ചുറ്റും. എണ്ണ ആട്ടാൻ ഉപയോഗിക്കുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചതിന് ഒരു ആസുകൽ ഉണ്ടല്ലോ, അതിന് ചുറ്റും ഇങ്ങനെ അവർ കറങ്ങുകയാണ്. അവരുടെ ഉള്ളിൽ നിന്ന് കുടൽമാലകൾ പുറത്തിങ്ങനെ തൂങ്ങി നടക്കുകയാണ്. ഇത് കാണുമ്പോൾ നരകാവകാശികൾ അവർക്കിടയിലേക്ക് ഓടിയിട്ട് ചോദിക്കും, മാഷാനുക യാ ഫുലാൻ, നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ അവൻ പറയും, ഞാൻ ദുനിയാവിലെ ഖതീബായിരുന്നു, ഞാൻ ദുനിയാവിൽ ഖുതുബ നടത്തുന്ന, പ്രസംഗിക്കുന്ന, ഖുർആൻ ഓതുന്നവനായിരുന്നു, ജനങ്ങളോട് നന്മ പറയുന്നവനായിരുന്നു. പക്ഷേ ഞാൻ സ്വയം മറന്നുപോയി, എൻ്റെ ജീവിതത്തിൽ പകർത്താൻ അത് മറന്നുപോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം മറന്ന് എത്ര മനോഹരമായി ഖുർആൻ ഓതിയാലും, എത്ര മനോഹരമായി ഖുർആൻ ഓതി അത്ഭുതം സൃഷ്ടിച്ചാലും നമ്മുടെ തൊണ്ടക്കുഴി വെട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇണങ്ങുകയും. നോക്കൂ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഖുർആൻ പഠിക്കുമ്പോൾ പ്രയാസപ്പെട്ട് ഖുർആൻ ഓതിയാൽ ലഹു അജ്റാനി, അവന് രണ്ട് പ്രതിഫലമുണ്ട്. എന്നാലോ നന്നായി ഖുർആൻ ഓതുന്നവൻ ആരുടെ കൂടെയാണ്? പുണ്യവാളന്മാരുടെ കൂടെയാണ്. ഉന്നതരായ സ്വാലിഹീങ്ങളായ പുണ്യവാളന്മാരുടെ കൂടെയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ ചെറിയ ചെറിയ സൂറത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകൾ ഉണ്ടല്ലോ, ഖാഫ് ഖാഫ് അലിഫ് ലാം മീം അലിഫ് ലാം റാ സ്വാദ്, ഇങ്ങനെ എത്രയോ ആയത്തുകൾ. ഈ ആയത്തുകളിൽ ഒരു അക്ഷരത്തെ കുറിച്ചല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹറഫ്, ഞാൻ നിങ്ങളോട് അലിഫ് ലാം മീം ഒരു അക്ഷരമാണെന്നല്ല പറയുന്നത്. അലിഫുൻ ഹറഫുൻ ലാമുൻ ഹറഫുൻ മീമുൻ ഹറഫുൻ. അലിഫ് ഒരു ഹറഫാണ്, ലാം ഒരു ഹറഫാണ്, മീം ഒരു ഹറഫാണ്. അലിഫ് ലാം മീം ഒരു ഹറഫല്ല, അലിഫും ലാമും മീമും ഓരോ ഹറഫുകളാണ്. ഓരോ ഹറഫിനും 10 പ്രതിഫലമുണ്ട്. ഓരോ ഹറഫിനും 10 പ്രതിഫലമുണ്ട്. ഇത് ഖുർആനിലല്ലാതെ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആനിലേക്ക് ഇണങ്ങി ജീവിക്കുന്ന, ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീബിയോട് ചോദിച്ചു പറഞ്ഞു, കാന ഖുൽഖുഹു വൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആനായിരുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന ഖുർആനുകളായി, കേവലം എവിടെയെങ്കിലും കൊത്തിവെച്ച ഖുർആനല്ല, മനസ്സിൽ കൊത്തിവെക്കുന്ന ഖുർആനിന്റെ ഉടമകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അവന്റെ കോടതിയിൽ സ്വീകരിക്കുന്ന സ്വാലിഹായ അമലാക്കി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.